നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പീച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും ശേഷം നീലക്കുപ്പായക്കാരുടെ 2020 സാമ്രാജ്യം നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ നായകനാരാണ്? ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന അയർലാൻഡ് പര്യടനത്തിൽ ടീം ഇന്ത്യയെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. എന്നാൽ ഇതേ ടീമിൽ ലോകകപ്പിലെ വിശ്വവിജയിയും കളിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റുമായി തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണുമുണ്ട്. ഇവിടെയാണ് ക്രിക്കറ്റ് ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞ് വലിയൊരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ശ്രേയസ് അയ്യർ മികച്ചൊരു നായകനാണെന്ന് വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളും മുംബൈ ലോബിയും ഒരുപോലെ പാടിപ്പുകഴ്ത്തുമ്പോൾ കണക്കുകൾ പുറത്തെടുത്ത് ആരാധകർ ചോദിക്കുന്നു, അല്ലെങ്കിലും ഈ പറയുന്ന ശ്രേയസിനേക്കാൾ എല്ലാ അർത്ഥത്തിലും അർഹത സഞ്ജു സാംസണിനല്ലേ എന്ന്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മനുഷ്യർ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ ക്രിക്കറ്റിലെ കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. ടീം ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഒരു സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷനോ കൃത്യമായ റോളോ ലഭിക്കാതിരുന്നിട്ടും 2020 അന്താരാഷ്ട്ര കരിയറിലെ റൺസിലും ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും ശ്രേയസ് അയ്യരേക്കാൾ എത്രയോ മുകളിലാണ് സഞ്ജു സാംസൺ. എന്നാൽ ക്രിക്കറ്റിൽ ക്യാപ്റ്റൻസി എന്നത് കേവലം റൺസ് അടിക്കുന്നതിലോ കണക്കുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അത് മികച്ച നേതൃത്വ പാഠവുമാണ്. കളിയിലെ കൺസിസ്റ്റൻസിയാണ് കനത്ത സമ്മർദ്ദഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. അത് മികച്ച നേതൃത്വ പാഠവുമാണ്. കളിയിലെ കൺസിസ്റ്റൻസിയാണ് കനത്ത സമ്മർദ്ദഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ രണ്ട് വമ്പൻ താരങ്ങളിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ 2020 നായകനാകാൻ കൂടുതൽ യോഗ്യൻ? സഞ്ജു സാംസൺ എന്ന തന്ത്രശാലിയായ മലയാളി നായകനോ അതോ ശ്രേയസ് അയ്യർ എന്ന മുംബൈ ബാറ്ററോ? കള്ളം പറയാത്ത കണക്കുകളുടെയും ക്രിക്കറ്റ് യുക്തിയുടെയും അടിസ്ഥാനത്തിൽ സ്പോർട്സ് പിച്ചിന്റെ ഒരു ഞെട്ടിക്കുന്ന മാസ് പോരാട്ട വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ആരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആ കൃത്യമായ കണക്കുകളിലേക്ക് വരാം. അന്താരാഷ്ട്ര 2020 കരിയറിലെ ഇരുവരുടെയും പ്രകടനം എടുത്തു പരിശോധിച്ചാൽ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ആ ടേബിൾ ഒന്ന് വിശകലനം ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ്: സഞ്ജു സാംസൺ മത്സരങ്ങൾ 62, റൺസ് 1399, ശരാശരി 30.55, സ്ട്രൈക്ക് റേറ്റ് 156.83. ശ്രേയസ് അയ്യർ മത്സരങ്ങൾ 51, റൺസ് 1104, ശരാശരി 29.67, സ്ട്രൈക്ക് റേറ്റ് 136.13. ഈ കണക്കുകൾ നോക്കൂ. 62 അന്താരാഷ്ട്ര 2020 മത്സരങ്ങളിൽ നിന്ന് സഞ്ജു സാംസൺ